നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോളടിച്ച് ഭ്രാന്തായ മട്ടിലാണ് ബയേൺ മ്യൂണിക്കിൻ്റെ പോക്ക്. കഴിഞ്ഞ ആഴ്ച നടന്ന 3 കളികളിൽ അവർ അടിച്ചു കൂട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 20 ഗോളുകളാണ്. അതിപ്പം ഹോൾസിൻ കീലിനെതിരെ 6-1 വിജയം, 6 ഗോളുകൾ അവിടെ. ഡൈനാമോ സഗ്രബിനെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 9-2 വിജയം. സോ 9-6 15 ഗോളുകളായി. ഇന്നലെ വേർഡർ ബ്രമനെതിരെ 5-0 വിജയം. സോ 20 ഗോളുകളായി. 6-9-5 20 ഗോളുകൾ. അതിപ്പോൾ ബൂണ്ടസ് ലീഗ് എന്നോ യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ഗോളടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ ബയേൺ മ്യൂണിക്ക്. ഈ ബയേൺ മ്യൂണിക്കിൻ്റെ മുന്നിലേക്ക് FC ബാഴ്സലോണ ചെന്നുപെട്ടാൽ എന്താകുമോ എന്തോ എന്നിപ്പോൾ ആരാധകർക്ക് ഭയപ്പാടുണ്ട്. ശരിയാണ്, ബാഴ്സലോണ ഇപ്പോൾ ലാലിഗയിൽ മികച്ച പ്രകടനമൊക്കെ നടത്തുന്നുണ്ട്. അധികവും ചെറുപ്രായത്തിലുള്ള കുട്ടികളാണ് അവർക്ക് വേണ്ടി കളിക്കുന്നത്. 17 വയസ്സ് 18 വയസ്സ് ഇങ്ങനെ ലാമാസിയയിൽ നിന്നുള്ള പയ്യന്മാരെ ഉപയോഗിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു ചൂടും പ്രഷറും ഒക്കെ താങ്ങുമോ ഈ പയ്യന്മാരെന്നുള്ളൊരു ചോദ്യമുണ്ട്. മൊണാക്കോ നൽകുന്ന പാഠം അതാണ്. ഇത് പോരാ. നമ്മുടെ ഇവിടെ പലരും പറയാറുള്ള പോലെ ഇച്ചിരി കൂടെ മൂക്കണം എന്ന ഒരു തോന്നൽ എന്തായാലും ചാമ്പ്യൻസ് ലീഗിലുണ്ട്. ബയേണിൻ്റെ കയ്യിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയപ്പാട് സ്വാഭാവികമായിട്ടുമുണ്ട്. നമുക്കറിയാമല്ലോ, ബയേൺ മ്യൂണിക്ക് പണ്ട് 8-2 കൊട്ടി വിട്ടിട്ടുണ്ടായിരുന്നു ബാഴ്സലോണയെ. ആ ദിവസം എന്തായാലും ബാഴ്സയുടെ ആരാധകർ ഒരിക്കലും മറക്കുന്ന ഒന്നായിരിക്കില്ല. 2019 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ മത്സരം അത് ബാഴ്സലോണയുടെ ആരാധകരുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച ഒരു ദിവസമാണ്. അന്ന് 8-2 ബാഴ്സലോണ പരാജയപ്പെടുന്നത്. കളിയുടെ 4ാമത്തെ മിനിറ്റിൽ തന്നെ തോമസ് മുള്ളറിലൂടെ ബയേൺ ഗോളടിച്ച് തുടങ്ങിയിരുന്നു. പിന്നെ ഡേവിഡ് അലാബയുടെ ഒരു ഓൺ ഗോള് ബാഴ്സയ്ക്ക് സമ്മാനമായി ലഭിച്ചെങ്കിലും പിന്നെ തിരിഞ്ഞു നോക്കാതെ പൊട്ടിച്ചു പോവുകയായിരുന്നു ബാഴ്സലോണ ചെയ്തത്. സുവാരസ് അതിനിടയ്ക്ക് ഒരു ഗോൾ കൂടി മടക്കി അടിച്ചു. അതുകൊണ്ടൊന്നും ഒന്നും ഉണ്ടായില്ല. 8-2 തോൽവി. പക്ഷെ അന്ന് ബയേൺ മ്യൂണിക്കിനൊപ്പമുണ്ടായിരുന്ന 2 പേർ ഇന്ന് FC ബാഴ്സലോണക്കൊപ്പമാണ്. അതെ, സാക്ഷാൽ ഹാൻസി ഫ്ലിക്ക്. ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുന്നത് അന്നത്തെ ബയേണിൻ്റെ കോച്ചായ ഹാൻസി ഫ്ലിക്കാണ്. അദ്ദേഹത്തിന് അറിയാം എന്ത് ചെയ്യണമെന്ന്. ഒപ്പം അവരുടെ ഗോൾ ഡിവിയറിനായിരുന്ന റോബർട്ട് ലെവൻഡോസ്കി ഇപ്പം FC ബാഴ്സലോണയുടെ നിരയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതികാരത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് ബാഴ്സലോണയുടെ ആരാധകർ. പക്ഷെ അപ്പോഴും കമ്പനി എന്ന അത്രയധികമൊന്നും കോച്ചിങ് പരിചയമില്ലാത്ത കോച്ചിൻ്റെ കീഴിൽ ബയേൺ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അശ്വമേധമുണ്ടല്ലോ, അത് ഭയപ്പെടുന്നത് തന്നെയാണ്. ബാഴ്സലോണ വേഴ്സസ് ബയേൺ മത്സരം ഒക്ടോബർ 24 അധികമൊന്നും ദൂരമില്ലെന്നേ. ഒരു മാസക്കാലത്തിനപ്പുറം ബാഴ്സലോണയും ബയേണും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. പക്ഷെ അവിടെ ബാഴ്സലോണയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, കളി നടക്കുന്നത് ബാഴ്സലോണയുടെ മൈതാനത്താണ്, എവേ മത്സരമല്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ട്. പക്ഷെ അതിനിടക്ക് വീണ്ടും ചാമ്പ്യൻസ് ലീഗിലടക്കം മത്സരങ്ങൾ കളിച്ചിട്ടാണ് ഇവർ ഒക്ടോബർ 24 ഈ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവുക. അതിനു മുമ്പ് ഇപ്പം അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഒക്ടോബർ 3 ആസ്റ്റൺ വില്ലയ്ക്കെതിരെ ബയേൺ മ്യൂണിക്കിന് കളിയുണ്ട്. അതിനുശേഷം വീണ്ടും ബുണ്ടസ് ലീഗ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടാണ് ഒക്ടോബർ 24 എത്തുക. അവിടെ ബാഴ്സലോണ ബയേൺ മത്സരം. അതുപോലെ തന്നെയാണ് ബാഴ്സലോണയുടെ കാര്യത്തിലും. ബാഴ്സലോണക്കും ഈ കളിക്ക് മുമ്പ് നിരവധി മത്സരങ്ങളുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തന്നെ ഒക്ടോബർ 2 ബാഴ്സലോണയും യങ് ബോയ്സും തമ്മിൽ കളിക്കുന്നുണ്ട്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. ബാഴ്സക്ക് താരതമ്യേന ദുർബലരായിട്ടുള്ള എതിരാളികളാണ് അടുത്ത റൗണ്ടിലെങ്കിൽ ആസ്റ്റൺ വില്ല ഇപ്പോൾ വീറോടുകൂടി കളിക്കുന്ന ടീമാണ്. അവരാണ് ബയേണിന് എതിരാളികളായിട്ട് വരും. എന്തായാലും ഒക്ടോബർ 2 യങ് ബോയ്സുമായിട്ട് കളിച്ചതിന് ശേഷം പിന്നീട് 1-2 ലലിഗ മത്സരങ്ങൾ കൂടി കളിച്ചിട്ടാണ് ഒക്ടോബർ 24 ബാഴ്സലോണയും ബയേണും തമ്മിൽ ഏറ്റുമുട്ടുക. എന്തായാലും ഇതേ ഫോമിൽ ബയേൺ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാഴ്സലോണ ഭയന്നേ പറ്റൂ. പക്ഷേ ഫ്ലിക്കിൻ്റെ തന്ത്രങ്ങളിൽ ബയേണിന് വീഴ്ത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോട് ബാഴ്സ ആരാധകർ കാത്തിരിക്കുന്നു. 8-2 പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ബയേണിനെ തോൽപ്പിക്കാനായാൽ തന്നെ അത് ബാഴ്സയ്ക്ക് വലിയൊരു ബൂസ്റ്റായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.